പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു ഗംഭീരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നാലും വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ഇന്ന് ഇഞ്ചൻ പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. പുളി ഇഞ്ചി ഓണല്ലേ, അപ്പോൾ അത് കലക്കാണിച്ചു. മഴ പ്രശ്നമില്ല. ഞാൻ അകത്തേക്കൊന്നും പോകണ്ടേ, ഇവിടെ നിന്നിട്ട് തന്നെ ഈ കാർ ഫോർസിൽ നിന്നിട്ട് പണിയാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, നമ്മളിവിടെ കലക്കാൻ പോകണം. നമ്മൾ ഇഞ്ചൻ പുളി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് പുളിയാണ്. പുളി ഒരു ഉരുള, അതായത് 100 ഗ്രാം പുളിയാണ് ഇത്. എൻ്റെ കയ്യിൽ ശരിക്ക് കണ്ടില്ലേ, ഇത് നല്ല പഴക്കമുള്ള പുളിയാണ്. പഴക്കമുള്ള പുളി എടുത്തില്ലെങ്കിൽ ഇഞ്ചൻ പുളിക്ക് നല്ല കളർ കിട്ടില്ല, അല്ലെങ്കിൽ അറിയാലോ ഒരു ബ്രൗൺ കളറായിരിക്കും. നമുക്ക് നല്ല കളർ കിട്ടാൻ പഴയ പുളി കിട്ടാൻ പുതിയ പുളി എടുക്കരുത്. അപ്പോൾ ഇഞ്ചൻ പുളി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ പുളിയാണ് കേട്ടോ. അപ്പോൾ ഈ പുളി ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് കണ്ട, 2 കപ്പ് വെള്ളമാണ്. ഈ 2 കപ്പ് വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് പിഴിയുന്നു. അപ്പോൾ അങ്ങനെ പുളി വെള്ളം നമ്മൾ ശരിയാക്കി ഇതിൻ്റെ കൊറ്റനൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് കൊറ്റെടുത്ത് കളഞ്ഞു. നമ്മൾ 200 ഗ്രാം ശർക്കര എടുക്കണം. ഇത് കുറച്ച് വെള്ളത്തിൽ ഉരുക്കി വയ്ക്കുക. നമ്മൾ തീ കത്തിച്ച് ഇഞ്ചൻ പുളി ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കണം. ഞാൻ ഈ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാത്രം ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 1/2 ടീസ്പൂൺ കടുകിട, ഒരു 1/4 ടീസ്പൂൺ ഉലുവിര. അത് പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽമുളകില്ലേ, അതൊരു 3-4 ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അരിക്കിട. പിന്നെ 2 കതിര് വേപ്പില. സാധാരണ നമ്മൾ കടുക് കാച്ചണ പോലെ കടുക് കാച്ചാനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കില്ലേ. ഇനി ഇതിലേക്ക് ഇഞ്ചിയില്ലേ, ഇത് നമ്മുടെ ഒരു തള്ള വിരലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിന്, അത് വിരലിന് പലരും വലിപ്പ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അത് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള ഇഞ്ചി തീ സിമ്മിലിട്ടോളാം. ഇങ്ങനെ കുനുകുനിന്ന് അരിച്ചിട്ടുള്ള ഇഞ്ചിയില്ലേ, അതിരിക്കാൻ ഇടാം. കളക്കാം. ഇതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഇതിങ്ങനെ തന്നെ വട്ടത്തിലരിഞ്ഞത് അതിരിക്കില്ല. തീ വല്ലാണ്ട് ലെവലിൽ കത്തിക്കില്ല കേട്ടോ, സിമ്മിലിട്ട് ആക്കിയാൽ മതി. ഇഞ്ചിയുടെ കംപ്ലീറ്റ് ഒരു പച്ചമണല്ലേ, അത് കംപ്ലീറ്റ് പോകണം. ഇങ്ങനെ കുനുകുനുങ്ങനെ അരിഞ്ഞായിരുന്നേ അടിപൊളിയായിരിക്കും. ഈ ഇളക്കാൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല, കുഴപ്പമില്ല. പാചകം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ ശബ്ദങ്ങൾ കേൾക്കണം. ഇതിലത്തെ ഇഞ്ചി നന്നായി മുരിക്കും. അപ്പോൾ നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ പുളിവെള്ളമല്ലേ, നമ്മൾ കലക്കി വെച്ചുള്ള പുളിവെള്ളം അത് ഇരിക്കാൻ ഒഴിക്കുക. ഭയങ്കര പുക. ആവശ്യമില്ലാത്ത കൊറ്റനൊക്കെ ഉണ്ടാവും, അത് നമുക്ക് കളയാൻ പറ്റും. ഈ കൊറ്റ നമുക്ക് വേണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് മുളക് പൊടി ഉണ്ട്. 1/2 ടീസ്പൂൺ വേണ്ട, അതിൽ കുറവ് മതി കേട്ടോ. അതാ ഒരു 1/4 ടീസ്പൂണിലധികം മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നോക്കിയാൽ കായല്ലേ, ഒരു കുഞ്ഞൊരു കഷ്ണം കായം, കായപ്പൊടി ഇടണമെങ്കിൽ കായപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കളക്കാം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. വലിയ ഭയങ്കരമായിട്ട് തീ കത്തിക്കണ്ട, മെല്ലെ കത്തിച്ചാൽ മതി. നമ്മുടെ ശർക്കര നീര് ഉരുകി ഇത് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ഇതിലേ കല്ലും കട്ടയും അതും ഇതൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ട് അരിച്ചൊഴിക്കുന്നത് കേട്ടോ.
ഇപ്പൊ ശരിക്ക് സദ്യയുടെ ഇഞ്ചമ്പുളി അതിന്റെ മണം തുടങ്ങി. ഇഞ്ചമ്പുളിയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഒരു ചെറുപ്പത്തിൽ 10-12 വയസ്സുള്ള 80-80 അടുത്ത് ഒരു ഊട്ട് നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾ പിള്ളേരുകളൊക്കെ കൂടിപ്പോയി. 10-12 വയസ്സുള്ളപ്പോൾ പിള്ളേരുകളൊക്കെ കൂടിപ്പോയി. അപ്പോൾ അവിടെ പന്തൽ കെട്ടിട്ടൊന്നും ഫുള്ളായി കഴിഞ്ഞില്ല. പക്ഷേ സദ്യയുടെ ഒരുക്കങ്ങളാക്കി വൈകുന്നേരം അവിടേക്ക് പന്തൽ കെട്ടില്ല, വൈകുന്നേരം തൊട്ടാണ് ഊട്ട്. അപ്പോൾ ഈ പന്തലിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ആള് ഇതിങ്ങനെ ഒരു ഇത്രയൊരു വട്ടയിൽ എന്നിട്ട് ഇതിങ്ങനെ ചവിട്ടുണ്ട്. അങ്ങനെ ഇതറിയോ, ഒരു 2-3 കൊട്ട പുളി അതിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കാലുകൊണ്ടിട്ട് ചവിട്ടി അതിൻ്റെ ഇത് പിഴിയാണ് അത് ഇതാക്കണേ. കാണും പറിച്ചു ആ സാധനങ്ങൾ നമ്മള് ഞാൻ പിന്നെ ആ വീട്ടിൽ പോയില്ല. കാരണം ഇതിങ്ങനെയാണല്ലോ ഉണ്ടാക്കണത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഉണ്ടാക്കണത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യില്ല. അല്ല അന്ന് കാലത്ത് മെഷീനൊന്നും ഇല്ല അല്ലേ. നമ്മൾ ശരിക്കും ചെമ്പൊടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. മെല്ലെ ഉണ്ടാക്കാൻ പാടുള്ളൂ ഈ സാധനം. കുറേ സമയം പിടിക്കണം. എന്നാലാണ് ഈ പുളിക്കും ഒരു മറ്റേ നമ്മുടെ ഇഞ്ചി മറ്റേ ഇഞ്ചിയുടെ കുത്ത് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ കുത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പുളിക്കുമ്പോൾ ഒരു കുത്തുണ്ട്. അത് മാറണം വരെ പതുക്കെ തീയിലിട്ടിട്ട് ഇങ്ങനെ ആക്കി കട്ടിയാക്കി എടുക്കണം. മനസ്സിലായ? എന്നാലാണ് ശരിയായിട്ടുള്ള ഇഞ്ചമ്പുളി ഉള്ളത്. 100 ഗ്രാം പുളിക്ക് 250 ഗ്രാം വെല്ലം ശർക്കരയാവാട്ടാ. ചിലർ ചോദിക്കും പഞ്ചസാരയുന്നോണ്ട് കുഴപ്പമില്ല. പഞ്ചസാര എല്ലാ സാധനം ചേർക്കാം, ശർക്കരയാണ് ചേർക്കാം. പഞ്ചസാര ചേർക്കണത് ചേർക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ആരൊന്നും പറയുന്നില്ല. ചാട്ടിപ്പുറം തന്നെ ഓടിപ്പടഞ്ഞിട്ട് ഇഞ്ചമ്പുളി ഞപ്പി ഉണ്ടാക്കിയാൽ ചേരാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കരുത് കേട്ടാ. ലാസ്റ്റിക്ക് ആയി തുടങ്ങിയിട്ടാള് മഴയൊക്കെ പോയി. കുറച്ചും കൂടി ആവാണ്ട്, കുറച്ചും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. കണ്ട സ്വല്പം കൂടി ആവണം. എനിക്ക് മധുരല്ലേ, മധുരം നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. നമ്മുടെ ഇഞ്ചമ്പുളി അവസാന ഘട്ടത്തിലേക്ക് ആയി തുടങ്ങിയിട്ടാ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മൾ കുറേ നേരമായിട്ടാ, ഒരു 3/4 മണിക്കൂറായി, 40 മിനിറ്റിലായി നമ്മുടെ ഇഞ്ചമ്പുളി കറക്റ്റ് കട്ടി കണ്ട ഇങ്ങനെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പാത്രത്തിൻ്റെ ചൂടിൻ്റെ ഇതിന് മാറ്റാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇരുന്നോട്ടെ. തീ ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ ഈ ഇഞ്ചമ്പുളിയുടെ രുചി അറിയാൻ പോവാണ്. ഏറ്റവും കുറവെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നൊരു സംഗതി അല്ലേ ഇഞ്ചമ്പുളി. ഇതിനിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ എന്തിട്ടാ അല്ലേ? ചെറുത് ടേസ്റ്റ് വയ്ക്കുക, ചൂടില്ല. പണ്ട് പാചകക്കാരയിലേക്ക് ഇങ്ങനത്തെ തോർത്തുണ്ടാവും. അതുപോലെ വീടുകൾ സദ്യ ഉണ്ടാവില്ല, ഒരു കുഞ്ഞൊരു ഇഞ്ചിര വയലടിച്ച നല്ല രസം. അതിൻ്റെ സാധനം ഇഷ്ടമായ പിള്ളേർക്ക് പുളി ഇഷ്ടമാവും. മോശമായാലും ഇഷ്ടമായി എന്ന് പറയും. ഏത് സാധനം പുളി നദി നിർത്തുവാണെങ്കിൽ. പണ്ട് സദ്യക്ക് 2 തോർത്ത് വാങ്ങിക്കും. ഒന്ന് ചിലപ്പോൾ ഒരു തോർത്ത് വാങ്ങിക്കുമല്ലോ, വീട്ടിലുള്ള തോർത്ത് ഉപയോഗിക്കും പുളി പിടിയാനായിട്ട്. ഇഞ്ചമ്പുളിക്ക് പുളി പിടിയാനായിട്ട് ഇങ്ങനത്തെ തോർത്ത് ഉപയോഗിക്കും. പിന്നെ ഒരു നല്ല തോർത്ത് വാങ്ങിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ പാല് പിടിയാൻ, അടപ്രധാന അല്ലെങ്കിൽ എന്തെങ്കിലും പരിപ്പ അല്ലെങ്കിൽ എന്തായാലും പാല് പിടിയാനായിട്ട്, നാളികേര പാല് പിടിയാനായിട്ട് ഒരു തോർത്ത് വേറെ പുതിയത് വാങ്ങിക്കും. അത് എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കും, ആരും കാണാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ സദ്യക്കൊക്കെ എല്ലാ സ്ഥലത്തും സഹായിക്കാനായിട്ട് ഇങ്ങനെ നടക്കും. ഭയങ്കര രസമാണ് അത്. സദ്യ ഈ വെപ്പുകാരെടുത്ത് നിന്നിട്ട് അവർ ചെയ്യണതൊക്കെ നോക്കിയേക്കുക, അവരെന്തൊക്കെയാണ് ചെയ്യണത്, അങ്ങനെ അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ രാത്രി ഒരു 1-1:30 ആകുമ്പോഴാണ് ഈ നാളികേരം ചെരികളും കഴിയുക.
അവിടെ നിന്ന് എടുത്തോ. നാളികേരം പാല് പിടിയിൽ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ നാളികേരം പാല് പിഴിഞ്ഞ ടൈമായിപ്പോൾ തോർത്ത് അന്വേഷിച്ചു. തോർത്ത് പുതിയ തോർത്ത് വേണമല്ലോ. ഈ തോർത്ത് അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല. അല്ല, ഈ പുതിയ തോർത്ത് തന്നെ വേണമെന്ന് ഈ വെപ്പുകാർക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ മറ്റുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുളിക്കണ തോർത്ത് ഈ ഓരോ വീട്ടിലേക്കെന്ന് പറഞ്ഞ് പൂപ്രയോഗിക്കും. ഒരുവിധം ഒരു 10-12 അംഗങ്ങളുള്ള വീട്ടിൽ ചിലപ്പോൾ ഒരു തോർത്ത ഉണ്ടാവുക. അത് തന്നെ ഈ മറ്റേ ഈ പൂട്ടണവരെ ആരെങ്കിലും എടുത്ത പോലത്തെ ഒരു തോർത്തമുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ വെപ്പുകാരന്മാർ എന്തെങ്കിലും പുതിയ തോർത്ത് എഴുതും, അത് കിട്ടിയവർ സമ്മതിക്കില്ല. അപ്പോൾ അന്നത്തെ വെപ്പുകാരനെ പുതിയ തോർത്തന്നെ കിട്ടണം. അങ്ങനെ വീടായി വീടൊക്കെ നോക്കി. നമ്മുടെ എല്ലാത്തിലും ഇങ്ങനത്തെ ഓരോ സംഗതിയിലുണ്ട്. ഞാൻ നോണ പറയുന്നതല്ല, നോണയുള്ള ഉള്ള സംഗതിയാണ് പറയുന്നത്. വീടായി വീടൊക്കെ നോക്കി കിട്ടിയില്ല. അവസാനം നോക്കിയപ്പോഴുണ്ട് അവിടെ കല്യാണത്തിൽ വന്നിട്ടുള്ള ഒരു കാർന്നരുണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ആൾ ഈ വീട്ടിലത്തെ ഒരു സ്ഥാനീയനാണ്. അതായത് ഒരു മാമൻ, വലിയൊരു മാമനായിരുന്നു അവരുടെ. ആള് രാത്രി ഈ തോളത്തിട്ട് ആള് നടക്കുക. ഒരു കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ആഡിത്യം കാണിക്കാനുള്ള ഒരു ഇതിൽ തോർത്ത് മുണ്ടൊക്കെ ഇട്ട് നടക്കുന്നവർ അത് പണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇപ്പോഴുള്ളവർക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങളെ മെയിനായിട്ട് ഇപ്പോഴും എല്ലാ സ്ഥലത്തും നാളികേരം പാല് പിടിയുണ്ടാവും. ഇതാ തോർത്തിട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവരൻ ഞങ്ങൾ ചെന്ന് ചോദിച്ചു ആ തോർത്തുമുണ്ട് തരാൻ പറഞ്ഞപ്പോൾ അയാളെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ തോർത്ത് തന്നില്ല. തോർത്ത് കിട്ടാണ്ട് നാളികേരം പാല് പിടിയില്ലെന്ന് ഞങ്ങളായി വെപ്പുകാരനായി. അവസാനം ആകെ ഒരു വഴക്കിൻ്റെ ഒരു ചെറിയ ഘട്ടത്തിലേക്ക് എത്തി. അവസാനം ചെറിയൊരു വഴക്കായി. ഈ കാർന്നർ അയാളുടെ വീട്ടുകാരും വിളിച്ചിട്ട് ആ രാത്രി പുലർച്ചെ 4 മണിയായപ്പോഴേക്കും ഈ കല്യാണം കൂടാണ്ട് വിട്ടു, ആളെ വീട്ടിലേക്ക് വിട്ടു. ഒരു തോർത്ത് ഒരു കല്യാണം മുടക്കിയില്ല. ഈ തോർത്തുകൾക്ക് കുറേ കഥകൾ പറയാനുണ്ടാവും. ഇങ്ങനത്തെ തോർത്തുകൾക്ക് ഒരു തോർത്ത് മറ്റേ ഈ തോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലേ, പൊറോട്ട അടിക്കുന്നത്, അതന്നെ. അങ്ങനത്തെയൊക്കെ ഓരോ സംഗതികളുണ്ടാ. അപ്പോൾ ഇഞ്ചമ്പുളി ഇത്രയാണ്. ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കാം. അമ്മ ഓണത്തിൻ്റെ ടൈമാകുമ്പോൾ അമ്മേരെ ഒരു കൂട്ടുകാരി കലം കൊണ്ട് വിൽക്കാൻ വരും പണ്ട് കാലത്ത്. അത് അമ്മ 4 കലം വാങ്ങിക്കും. ഒരെണ്ണം ഈ ശർക്കര ഉപ്പേരി വറുത്തിടാൻ, ഒരെണ്ണം സാധാരണ വട്ടപ്പേരി വറുത്തിടാൻ, ഒരെണ്ണം ഇഞ്ചമ്പുളിക്ക്, ഒരെണ്ണം വടകപ്പുളിക്ക്. അപ്പോൾ ഈ 4 അപ്പോൾ ഇതൊക്കെ എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഇഞ്ചമ്പുളി ഒരു 2 ആഴ്ചക്ക് ഇരിക്കും, കൂളായിട്ടിരിക്കും. അന്ന് കാലത്ത് ഇരുന്ന് ഓർന്നു ഈ ഇതിൽ. പക്ഷേ അത് ഇഞ്ചമ്പുളി ഇടയ്ക്ക് കട്ട് തിന്നണ പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പുളിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇഞ്ചമ്പുളിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ ഒരു രസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളുണ്ടായിരുന്നു കുറേ. അപ്പോൾ എല്ലാവരും ഇഞ്ചമ്പുളി ഉണ്ടാക്കുക. വേറെ ഒന്നും പറയാനില്ല, ഇഞ്ചമ്പുളിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.